ഹലോ, ആദീസ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ അലോവേരയാണ്. അലോവേര കുറച്ച് ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അലോവേരനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വിറ്റാമിൻ സി, B12, ഫോളിക് ആസിഡ്സ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അലോവേര. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിയിൽ സ്ട്രെങ്തൻ വരുത്താനും പിന്നെ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഇല്ലാതാക്കാനും ഒക്കെ അലോവേര സഹായിക്കും. അതേപോലെ അലർജി ഉള്ളവർ ഉപയോഗിക്കേണ്ട കേട്ടോ. അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അലർജി ഉള്ളവർക്ക് ചിലപ്പോൾ ഇച്ചിങ്ങൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ കാച്ചിയ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നു. എല്ലായിടത്തും നേരെ തേച്ച് പിടിപ്പിച്ച് ആകെ ഡ്രൈ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മാസ്കും കൂടെ ഇടുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയി വരും. മുടിയൊക്കെ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു തലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ എന്താ പറയുക, ബ്ലഡ് സർക്കുലേഷനൊക്കെ നേരെയാവും. അപ്പോൾ നമ്മളുടെ ഹെയർ ഗ്രോത്ത് കൂടും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാജ് കൊടുക്കുക. ഇങ്ങനെ തല കുമ്പിട്ട് നിന്നിട്ട് ഇൻവേർഷൻ മെത്തേഡിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണെന്നും കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തലയിൽ നന്നായി എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഒന്ന് കെട്ടിവെക്കാം. അതുകൂട്ടി അതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ പറിച്ച് വെച്ച നമ്മളുടെ കറ്റാർ വാഴ ചെറിയ പീസുകളാക്കിയിട്ട് അതിന് മഞ്ഞക്കറ പോകാൻ മാറ്റി വെച്ചതാണ് കേട്ടോ ഇത്ര നേരം. എന്നിട്ട് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായി പേസ്റ്റ് പോലെ നന്നായി അരയ്ക്കണം എന്നൊന്നുമില്ല, നമുക്ക് അറിയാമല്ലോ നമുക്ക് അതിൻ്റെ ഒരു പരുവം. അതേപോലെ അരച്ചെടുക്കാം. ഇനി വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടൊന്നുമില്ല, വേണമെങ്കിൽ അരിച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്ന അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൈരാണ് കേട്ടോ. തൈരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൈര് ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു കെമിക്കലും ഇല്ലാതെ ഹെയറിനെ ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് തൈര്. ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഹെയറിനെ സോഫ്റ്റ് ആക്കാനും അത് പൊട്ടിപ്പോകുന്നത് തടയാനും അതേപോലെ തന്നെ ഹെയറിൽ വരുന്ന ടാങ്കിൾസ് റിമൂവ് ചെയ്യാനും ഡീടാംഗ്ലിങ് ചെയ്യാനും തൈര് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ഇനി നമുക്ക് ഈ അലോവേരയും അതേപോലെ തന്നെ തൈരും കൂടിയുള്ള മിക്സ് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം, അതേപോലെ തന്നെ ഹണി ആഡ് ചെയ്യാം. ഇതിനൊക്കെ നമ്മളുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള വലിയൊരു പങ്ക് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ ആദ്യം തന്നെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തലയിൽ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നേരിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഹെയർ മാസ്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ മുടിയുടെ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. ചിലരുടെ നല്ല ഫ്രിസി ഹെയർ ആയിരിക്കും, ചിലരുടെ നല്ല സോഫ്റ്റ് ഹെയർ ആയിരിക്കും, ഡാമേജ്ഡ് ഹെയർ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു തരത്തിലുള്ള ഹെയർ പാക്സ് ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ ഇങ്ങനെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓരോ ഭാഗത്തായിട്ട് അങ്ങനെ തേച്ച് കൊടുത്ത് ചെറിയൊരു മസാജും കൊടുത്ത് അങ്ങനെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊന്നും ശ്രദ്ധിക്കേണ്ട, ഉള്ളിൽ അകത്തിടുന്ന വെളിച്ചം കിട്ടുന്നില്ല, അതുകൊണ്ട് പുറത്താക്കിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഹെയർ പാക്ക്
അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി വെച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 20 to 30 മിനിറ്റ്സ്. ഏതൊരു ഹെയർ പാക്ക് ആയാലും നമ്മൾ 20 to 30 മിനിറ്റ്സ് വെക്കണം എന്നാണ് പറയുക. എന്നാലേ അത് നമ്മളുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ അബ്സോർബായിട്ട് നല്ലൊരു റിസൾട്ട് നമ്മുടെ ഹെയറിന് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ തണുപ്പ്, തലയിലൊക്കെ തണുപ്പ്, അലർജി അങ്ങനെയുള്ളവരൊക്കെ പറ്റുന്നത്ര വെച്ചിട്ട് കഴുകിക്കളയുക. കാരണം ചിലർക്ക് തണുപ്പായ ജലദോഷവും അതേപോലെ തന്നെ നീരിറക്കം അങ്ങനെ തലവേദന ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക, അത്ര സമയം വയ്ക്കേണ്ടതില്ല. ഒരു നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ 20 to 30 മിനിറ്റ്സ് വയ്ക്കണം എന്നാണ് പറയുക. പിന്നെ അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. ചൂടുവെള്ളത്തിൽ ഒരിക്കലും തല കഴുകാൻ പാടില്ല. നമ്മൾ തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ മാത്രമാണ് തല കഴുകാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എല്ലാം കൂടി എല്ലാ ഭാഗത്തും തലയുടെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നന്നായി കെട്ടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 20 മിനിറ്റ്സിന് ശേഷം നമ്മളുടെ ഹെയറൊക്കെ നന്നായി വാഷ് ചെയ്യുക. തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യുക. ഷാമ്പൂ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഷാമ്പൂ ഉപയോഗിക്കുകയാണെങ്കിലും മൈൽഡ് ഷാമ്പൂ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല റിസൾട്ടാണ് കേട്ടോ. ഹെയറിന് നല്ലൊരു കൂളിങ്ങും നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്